കൊല്ലം വാടി ഹാർബറിൽ ഇപ്പോൾ ചാള ചാകരയാണ്. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ കൊല്ലം വാടി ഹാർബർ ഇപ്പോൾ വളരെ സജീവമാണ്. ചെറുവള്ളങ്ങൾക്ക് ട്രോളിംഗ് നിരോധനം ബാധകമല്ലാത്തതിനാലും ഇവിടെ വള്ളങ്ങൾ അടുപ്പിക്കുന്ന ഹാർബർ ആയതിനാലും ഇവിടെ ട്രോളിംഗ് നിരോധന കാലത്ത് വളരെ സജീവമാണ്. ഈ സമയത്ത് ഇവിടെ ധാരാളം മീൻ കിട്ടുന്നതിനാൽ ദൂരെ സ്ഥലത്തു നിന്നു പോലും ആളുകൾ മീൻ വാങ്ങാനായി ഇവിടെ വരാറുണ്ട്. അതുപോലെ ദൂരെ സ്ഥലത്തു നിന്നുള്ള വള്ളങ്ങളും മീനുമായി ഇവിടെ വന്ന് കച്ചവടം ചെയ്യാറുമുണ്ട്. നല്ല ഫ്രഷ് മീനാണ് കിട്ടുന്നതെങ്കിലും ഇതുപോലുള്ള തിരക്കുള്ള സമയത്ത് പല സ്ഥലത്തു നിന്നും വള്ളങ്ങൾ വരുന്നതിനാൽ ചില സമയത്ത് പലർക്കും അബദ്ധം പറ്റാറുമുണ്ട്. മീൻ വാങ്ങാൻ വരുന്നവർ വിലയുടെ ലാഭം മാത്രം നോക്കാതെ മീനിൻ്റെ ക്വാളിറ്റി കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ലേലത്തിലാണ് ഇവിടെ മീൻ വിൽപ്പന. വീട്ടാവശ്യത്തിനായി ചെറിയ ചെറിയ ലോട്ടുകൾ ലേലത്തിൽ പിടിക്കാൻ കഴിയും. എന്നാൽ വലിയ ലോട്ടുകൾ വരുമ്പോൾ ഒന്നിലധികം പേർ ചേർന്നാണ് ലേലം പിടിച്ച് തുല്യമായി പകർത്തെടുക്കാറുള്ളത്. ലേലഹാളിൽ തന്നെ മീൻ കച്ചവടക്കാരായ സ്ത്രീകൾ ലേലത്തിൽ പിടിച്ച മീനുകൾ ഇവിടെ തന്നെ ഇരുന്ന് കച്ചവടം ചെയ്യാറുണ്ട്. അല്പം വില കൊടുത്താലും അവരുടെ കയ്യിൽ നിന്ന് നല്ല മീൻ വാങ്ങാൻ കഴിയും. ഇപ്പോൾ ഇവിടെ മുഴുവൻ ചാളയാണ് ഉള്ളത്. ഇതൊക്കെ കമ്പനിക്കാർ ലേലത്തിൽ എടുത്ത മീനാണ്. ഐസിട്ട് കൊണ്ടുപോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. ചാള കൂടുതലുള്ളതിനാൽ 200 രൂപയ്ക്കൊക്കെ അര കിറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചാള തന്നെ ശ്രദ്ധിച്ചാൽ അറിയാൻ 2 തരം ക്വാളിറ്റി ഉള്ളതായിട്ട് കാണാൻ കഴിയും. സാധാരണയായി ഇവിടെ അതിരാവിലെയോ അല്ലെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞോ ഒക്കെ മാത്രമേ ലേലം ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ട്രോളിംഗ് നിരോധന സമയത്ത് ഉള്ള 1.5 മാസക്കാലം ഇവിടെ ഒരു ഉത്സവ അന്തരീക്ഷമാണ്. എപ്പോൾ വന്നാലും ഇവിടെ മീനിൻ്റെ ലേലവും മറ്റു കാര്യങ്ങളായിട്ട് എപ്പോഴും സജീവമാണ്. നിറയെ വള്ളങ്ങളും മീനെടുക്കാൻ വരുന്ന വണ്ടികളും അതുപോലെ തന്നെ വാങ്ങാൻ വരുന്ന ആളുകളും മീൻ കട്ടിംഗ് ഷോപ്പുകളും ചായക്കടകളും എല്ലാം കൂടെ ആയിട്ട് ഇവിടെ കാണാൻ തന്നെ ഒരു നല്ല രസമാണ്. ചാള തന്നെ ഇവിടെ പല വിലയ്ക്കുള്ളതുണ്ട്. കിലോയ്ക്ക് 50 രൂപ മുതൽ കിലോ 250 രൂപ വരെ ചാള തന്നെ പല വിലയ്ക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് എന്ന് മാത്രം. Gracias.